അല്ലടോ, ഈ കൃഷ്ണകുമാറിൻ്റെ മക്കൾക്ക് ഇടിയ മര്യാദ അത് നിങ്ങളൊന്ന് പറയാറുണ്ട്. ഇന്നിപ്പോഴൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളെ കയറിയിട്ട് അമ്മയെന്ന് ഞാൻ വിളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാർത്തകളും ഇതൊക്കെ കണ്ടിട്ട് അവരൊന്നും അമ്മയെന്നൊന്നും വിളിക്കാൻ പോകുന്നില്ല. ഇപ്പം ആ ചെറുക്കൻ്റെ കാര്യം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അതായത് വേറൊരു ചെറുക്കനുമായിട്ട് പ്രണയത്തിലാകുമ്പോൾ ഈ ചെറുക്കൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നൊരു ഫ്രണ്ട് മാത്രമാണ്. അങ്ങനെ ആ ഫ്രണ്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മറ്റവർ രണ്ടും തെറ്റിയപ്പോഴും ഇവൻ കയറിയിട്ടാണ് പിന്നീട് അവനോടുള്ള എന്തൊരു വൈരാഗ്യം കൊണ്ട് ഇവനെ കെട്ടി. അത്രയേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈടാ നീ കാണിച്ചു നോക്കടാ, അതായത് എൻ്റെ ചെലവിൽ എൻ്റെ ഭർത്താവ് ജീവിക്കുന്ന നീ കണ്ട് പഠിക്കടാ, ഒരു ജോലി പോലും അവന് ചെയ്യേണ്ടടാ, നോക്കി കണ്ട് പഠിക്കടാ എന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കനെ കിട്ടി. അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു വലിയ ലൈഫോ ഒരു സംഭവമോ അങ്ങനെയുള്ള ഒരു തേങ്ങാക്കൊലിയില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അമ്മയെന്ന് വിളിക്ക്, ഏച്ചിയെന്ന് വിളിക്ക്, അമ്മേ 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 എന്നൊന്നും ഇവർ വിളിക്കാൻ പോകുന്നില്ല. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ദിയ എന്ന് പറയുന്ന ആ ഒരു പെണ്ണ് എവിടെ ചെന്ന് കഴിഞ്ഞാൽ, അതായത് ഈ അശ്വിൻ എന്ന് പറയുന്ന അതിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള അഹങ്കാരത്തോടു കൂടിയാണ് പെരുമാറുന്നത്. അതായത് ഒരു അഹങ്കാരമാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു അഹങ്കാരത്തോടു കൂടിയാണ് പെരുമാറുന്നത്. അല്ലാതെ ഒരു ഭയങ്കരമായിട്ടുള്ള സ്നേഹമോ ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ പോയി നിൽക്കുന്നത് ഒരു 3-4 ദിവസം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ദിവസമോ 2 ദിവസമോ 4 ദിവസമൊന്നുമില്ല, അങ്ങനെയേ നിൽക്കാറുള്ളൂ. പക്ഷെ അവിടെ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അഹങ്കാരത്തോടു കൂടി പെരുമാറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു പയ്യൻ്റെ വീട്ടുകാരോടോ അല്ലെങ്കിൽ അവരോടൊന്നും പണ്ട് പെണ്ണ് കാണാൻ വന്ന അന്ന് മുതൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹവും ഇല്ല, അല്ലെങ്കിൽ ഒരു ബഹുമാനവും ഇല്ല. ഇവരെന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊമ്പത്തുനിന്ന് പൊട്ടി വീണ പോലെയാണ്. ഇതിൻ്റെ അനുജത്തി തന്നെ എന്താ പറഞ്ഞതെന്നറിയാം, പിന്നെ ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ കൊണ്ട് എന്നെ കുഞ്ഞമ്മയെന്ന് ഞാൻ വിളിപ്പിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ കുഞ്ഞമ്മയല്ല, ഞാൻ ഒരുത്തൻ്റെയും കുഞ്ഞമ്മയല്ല, എന്നെ കുഞ്ഞമ്മയെന്ന് വിളിച്ചാൽ വിവരം അറിയുന്നേ. അതുപോലെയുള്ള ടീമുകളായി ഇവർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതെന്ന് പറയുന്നത് മറ്റേ കൃഷ്ണകുമാറിനോ സിന്ധു കൃഷ്ണക്കൊന്നും തിരുത്താൻ പറ്റാതെ വേറെ ലെവലിൽ പോയിരിക്കുകയാണ് ഇവർ. അതായത് ഞാൻ പറഞ്ഞില്ല, ഇവരൊന്നും ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂഖണ്ഡത്തിൽ ജീവിക്കേണ്ടവരല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഭൂഖണ്ഡം ഉണ്ടെങ്കിൽ ആ ഭൂഖണ്ഡത്തിൽ പോയിട്ട് ജീവിക്കേണ്ടവരാണ്. ഒന്നിനൊന്നും മെച്ചമാണ്. ഏതെങ്കിലും ഒരാൾക്ക് വല്ല സ്നേഹമോ അല്ലെങ്കിൽ കാരുണ്യമോ കരുതലോ എന്തെങ്കിലും ഉണ്ടോ? ഈ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, എന്താ വെച്ചാൽ വീട്ടിൽ കുഴി കുത്തിയിട്ടാണ് ആഹാരം കൊടുക്കാറെന്ന്. അപ്പോൾ അതുപോലെയല്ലടോ മക്കളും വരുള്ളൂ. അല്ലാതെ നമ്മളിവിടെ കിടന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ വിളിക്കണം, ഒരു അമ്മയും വിളിക്കാൻ പോകുന്നില്ല. ആ ചെറുക്കൻ ശരിക്കും പെട്ടുപോയതാണ്. ആ ചെറുക്കൻ്റെ വ്യക്തിത്വം, അതിൻ്റെ ജീവിതം പിന്നെ സുഖമാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ വേറെ വലിയ കട്ടി പണിക്കൊന്നും പോകണ്ട, അതുപോലെ പണത്തിന് പ്രശ്നമില്ല, ഇഷ്ടംപോലെ സ്വത്തും സമ്പാദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണെങ്കിൽ വ്ളോഗിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ട്, ബിസിനസ് ചെയ്തിട്ടാണെങ്കിൽ കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുക്കന് വേറെ ഒന്നും നോക്കണ്ട, ഇതുപോലെ എങ്ങ് പുറകെ നടന്നാൽ മതി. പക്ഷേ അമ്മയും അച്ഛനൊന്നും വില വേണം മറ്റേത് വേണം എന്നൊന്നും പറഞ്ഞിട്ട് വരാൻ പാടില്ല. അതായത് എന്ത് അഹങ്കാരത്തോടു കൂടിയാണ് പറയുന്നത്. ഭർത്താവല്ലേ, ഒന്നുമില്ലെങ്കിൽ പേരിനെങ്കിലും ഒരു ഭർത്താവല്ലേ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ എന്നാ പറഞ്ഞിട്ട് ലജ്ജ വേണ്ടേർന്ന്. അതായത് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ പറ്റിയിട്ട്, ഇപ്പോൾ എൻ്റെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി, എന്നെക്കാട്ടി എൻ്റെ അമ്മേനെ ഇഷ്ടം എൻ്റെ ഭാര്യക്കാന്നാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കെട്ടിക്കൊണ്ടുവരുന്ന ഒരു പെണ്ണിനായിരിക്കും ശരിക്കും പറഞ്ഞാൽ അമ്മയോട് ഭയങ്കര ഇഷ്ടമുണ്ടാവുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിയ പറയേണ്ടത് എന്താണെന്നറിയാം, എൻ്റെ സിന്ധു അമ്മേനെക്കാട്ടി എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയാണ്. അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്താ, അതൊന്നൊക്കെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കങ്ങനെ വിളിക്കാൻ വയ്യ, അങ്ങനെയൊന്നുമല്ല. ഈ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 10-35 വയസ്സേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഒരു 10-70 വർഷം ജീവിച്ചത് അവരാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പറയുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവറ്റകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തിയിരിക്കുന്നത് അഹങ്കാരികളായിട്ടാണ്. അതായത് മനുഷ്യൻ്റെ മൂല്യങ്ങളോ അല്ലെങ്കിൽ മാനുഷികമായ പരിഗണനയോ അത് നാട്ടുകാരോടൊന്നും കാണിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ സ്വന്തം ഭർത്താവിനോടെങ്കിലും അത് കാണിക്കണ്ടേ. ഭർത്താവ് എന്ന് പറയുന്ന അയാൾ ഇത് കേൾക്കുമ്പോൾ, ഇല്ലെങ്കിൽ അയാളുടെ വീട്ടുകാർ ഇത് അറിയുമ്പോൾ, അയാളുടെ കുടുംബങ്ങൾ, ബന്ധുക്കൾ, നാട്ടുകാർ, കൂടെ പഠിച്ചവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എങ്ങനെയാണ് കണക്ക് കൂട്ടുക? അതായത് ഈ അശ്വിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ തരം താഴ്ത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് അവനെന്തോ ഒരു ദേഷ്യം കണ്ടു, ആ ദേഷ്യത്തിന് എന്ത് ചെയ്യുക, ഇവനെങ്ങനെയെങ്കിലും ഒന്ന് താഴ്ത്തി കെട്ടുക, അതിന് വേണ്ടിയിട്ടില്ല ഒരു പരിപാടിയാണിത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ വന്ന് പറയോടോ, കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്യൺ 1.5 മില്യൺ ആൾക്കാർ കാണുന്നതാണ്.
അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുന്നു നമ്മൾ വിചാരിക്കൂലേ ഒന്നുമില്ലെങ്കിൽ. അതായത് നമ്മുടെ മനസ്സിൽ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭയങ്കര ദുഷ്ട ചിന്തയാണെങ്കിലോ വേണ്ട ഭർത്താവ് എന്ന് പറയുന്നവനെ ചെറുതാക്കണ്ടെന്ന് നമ്മൾ കരുതൂലേ, അതുപോലും കരുതാതെ ബായിക്ക് വന്നത് കോതക്ക് പാട്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നാടോ. അതായത് ഈ ചെറുക്കൻ എങ്ങനെയെങ്കിലും വീട്ടുകാരിൽ നിന്നും അകറ്റണം, അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്നും തെറ്റിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് ആദ്യം മുതലേ നമ്മൾ കാണുന്നതല്ലേ. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, പണ്ട് പെണ്ണ് കാണാൻ വന്നപ്പോൾ ഒരു പ്രഹസനം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അന്യനെ പോലെ ഈ വീട്ടുകാർ ആളെ പോയി ഇരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് ആ ചെക്കനോട് ശരിക്കും പറഞ്ഞ ദേഷ്യ തോന്നിയത്. കാരണം നമ്മൾ പൈസേൻ്റെ അപ്പുറത്ത് നമുക്കൊരു മൂല്യമുണ്ട്. ആ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൈസ കൊടുത്താൽ കിട്ടൂല നമുക്ക്. നമ്മളെ കയ്യിൽ കോടികളുണ്ടാവും, അതുപോലെ തന്നെ നല്ല വണ്ടികളുണ്ടാകും, നല്ല കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ നല്ല ഒരു മനസ്സുള്ള ഒരാൾ കൂടിയില്ലെങ്കിൽ പോയില്ലേ കാര്യം. അതാണ് ഞാൻ പറയുന്നത്. ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിട്ടൊരു പണി കൊടുത്തതും അതുപോലെ തന്നെ അവനെ ഒന്ന് അടിച്ചിരുത്താൻ വേണ്ടിയിട്ടും ചെയ്തൊരു പണി തന്നെയാണ്. പിന്നെ കൃഷ്ണകുമാറാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല പിള്ളേരാ. അല്ലെങ്കിൽ കൃഷ്ണകുമാറിനും സിന്ധുവിനും ഇവരെയൊന്നും പിന്നെന്താ പറയുന്നത് നേർവഴിക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവർ ശരിയാണ്, ഭയങ്കര ഫാമിലിയാണ്, 4 പെൺമക്കളുടെ അച്ഛനാണ് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് തേങ്ങയാണ് ഇപ്പോഴും കിട്ടിയില്ലേ. അതായത് ഇപ്പോഴും നാട്ടുകാരെടുക്കുന്നത് കൃത്യമായിട്ട് കിട്ടുമ്പോഴും മനസ്സിലായില്ലേ നിങ്ങൾക്ക്. അതാണ് ഞാൻ പറയുന്നത്. അതായത് ചില സമയത്തൊക്കെ മക്കൾ ശത്രുക്കളായി മാറുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്ത് ഇതുണ്ടെങ്കിലും ശരി നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത്, ഇതിൻ്റെ അടിയിൽ പോയിട്ട് കമൻ്റ് എഴുതുന്ന അന്ധങ്ങളായ കുറേ അമ്മമാരുണ്ട്. അന്ധങ്ങളായ അമ്മമാർ എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇവരെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ എന്ത് മേന്മയാണ് കാണുന്നത്, എന്ത് നന്മയാണ് കാണുന്നത്? ഓസുമോളെ മറ്റേ മോളെ എന്നൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള ഒരു നന്മ ഇവരിൽ നിങ്ങൾ കണ്ടിട്ടാണോ നിങ്ങൾ അങ്ങനെ വിളിക്കുന്നത്? അല്ല എന്തെങ്കിലും ഒരു നന്മ കണ്ടിട്ടാണോ നിങ്ങളൊക്കെ പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? അവർക്കൊക്കെ വരുന്ന കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. അതായത് ഒരു പാവപ്പെട്ട ഒരമ്മയെ, അതായത് ആ ഭർത്താവിൻ്റെ അമ്മ എന്ന് ഞാൻ പറയുന്നില്ല, നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരിയായ ഒരമ്മയെ, ആ അമ്മയെ ഇങ്ങനെ ഇതുപോലെ പറയണമെങ്കിൽ അതിൻ്റെ നാക്കോ എത്രമാത്രം ഭയങ്കര ഇതായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. എത്ര ആ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമായിരിക്കും നിങ്ങളൊന്ന് പറ. അപ്പോൾ ഇങ്ങനെ ആ ചെറുക്കൻ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അവൻ അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവൻ നല്ല രീതിയിൽ അനുഭവിക്കേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ ഇവരുടെ ഡ്രസ്സിനെ പറ്റിയിട്ട് പറയുന്നത്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് അവരുടെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അതിപ്പോഴും നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരെങ്ങനെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു പാവപ്പെട്ട അമ്മയെ, എവിടെയെങ്കിലും കിടക്കുന്നയാളെ എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ അയൽവക്കത്തുള്ള ആൾക്കാരെ വരെ അമ്മ എന്ന് വിളിക്കുന്ന ടീമാണ് നമ്മളൊക്കെ, അങ്ങനെയുള്ള ഒരു ഇതിൽ. അപ്പോൾ ഇവർ എത്രമാത്രം പുച്ഛാണ് ഇവർക്ക് സമൂഹത്തോട്, പൊതുജനങ്ങളോട്. ഇതിലൊക്കെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ ഈ സിന്ധുവിനെ വരെ ഇവർ തിരിഞ്ഞു നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നന്മയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്നേഹമോ ഇല്ലെങ്കിൽ ഒരു 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 എന്നാ ദയ, കാരുണ്യം ഇതൊക്കെ പറയുന്നില്ല. അതൊന്നും അവരുടെ നിഘണ്ടുവിലില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പെരുമാറുള്ളൂ. ഇനിയിപ്പോൾ അപ്പോൾ ഇവർ പിന്നെ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ വയസ്സായ ആൾക്കാരോടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ പെരുമാറ്റം വളരെ മോശമായിരിക്കും. കാരണം അവരെയൊന്നും ചിലപ്പോഴും കണ്ടുകൂടായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് സാധാരണക്കാരനായ ഒരുത്തൻ, അശ്വൻ എന്ന് പറയുന്ന ഒരുത്തൻ, അവനെ കഴിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരുത്തനാണെങ്കിൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഓടിപ്പോയിട്ടുണ്ടാകും. അവനൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ ഭയന്നിട്ടും പേടിച്ചിട്ടും നിൽക്കും, ഓച്ചാനിച്ചും നിൽക്കും. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. ഇനിയിപ്പോഴും നിങ്ങളെന്തായാലും ഒരു കാര്യം ചെയ്യാറുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിനൊന്നും പറ്റിയിട്ട് നമ്മൾ അധികം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റേ വീഡിയോ ഉണ്ട്, ഇനി അതും കൊണ്ട് ഞാൻ വരാം കേട്ടോ. അതിൻ്റെ പ്രതികരണം കൊണ്ട് വന്നിട്ടായിരുന്നു. അത് നാളെ വരുവായിരുന്നു. ബൈ ബൈ. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും മറന്നു പോകുന്നു. ഇത് ആദ്യം തന്നെ ഒന്ന് ചോദിച്ചാളാ.